Good morning, my dear students. Last class we learned about simple machines and levers. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ലഘുയന്ത്രങ്ങളും ഉത്തോലകങ്ങളും. ഈ ഉത്തോലകം ഒരു ലഘുയന്ത്രമാണെന്നാണ് നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയത് അല്ലേ? എന്തായിരുന്നു ലഘുയന്ത്രങ്ങൾ? അതായത് നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന യന്ത്രങ്ങളാണ് സിമ്പിൾ മെഷീൻസ് അല്ലെങ്കിൽ ലഘുയന്ത്രങ്ങൾ. The devices which make our work easier. നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് സിമ്പിൾ മെഷീൻസ്. അങ്ങനെയാണെങ്കിൽ ഉത്തോലകവും ഒരു സിമ്പിൾ മെഷീനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് നിർത്തിയത് അല്ലേ? ടെക്സ്റ്റ് ബുക്കിലത്തെ അതിൽ ഒരു റൂളർ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് മാച്ച് ബോക്സ് ഒഴിഞ്ഞ മാച്ച് ബോക്സിൻ്റെ കവറും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വി ട്രൈ ടു ലിഫ്റ്റ് അപ്പ് 6 pins യൂസിങ് 1 pin. അതായത് ഒരു പിന്ന് ഉപയോഗിച്ചുകൊണ്ട് 6 പിന്നിനെ ഉയർത്താൻ ശ്രമിച്ചു. അതായത് ഒരു പിന്നിനെക്കാട്ടിയും ഭാരമുള്ളതാണ് 6 pins അല്ലേ? പക്ഷേ ഈ ഭാരം കുറഞ്ഞ ഒരു പിന്നിന് എങ്ങനെ 6 പിന്നിനെ ഉയർത്താൻ സാധിച്ചു? അത് നമ്മുടെ റൂളർ, അതായത് നമ്മുടെ സ്കെയില്, നമ്മൾ യൂസ് ചെയ്ത സ്കെയില് ഒരു ഉത്തോലകം അഥവാ സിമ്പിൾ മെഷീൻ ലീവറായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഈസി ആയില്ലേ? അതുകൊണ്ടാണ് എന്ത് സാധിച്ചത്? അവിടെ ഒരു പിന്നിന് 6 പിന്നിനെ ഉയർത്താൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ താഴെ വി ഹാവ് കെപ്റ്റ് പെൻസിൽ സ്റ്റിക്കിങ് ബോത്ത് സൈഡ്, രണ്ട് സൈഡും ഉറപ്പിച്ച് വെച്ചിട്ട് ഒരു പെൻസിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പെൻസിൽ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഉയർത്താൻ സാധിക്കുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഈ പെൻസിലിന് അവിടെ എന്തോ ഒരു പ്രാധാന്യമുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇൻ ടുഡേയ്സ് ക്ലാസ് വി വിൽ ലേൺ മോർ അബൌട്ട് ദിസ് ലീവേഴ്സ്, അതായത് ഉത്തോലകങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. സോ ഇൻ പേജ് നമ്പർ 78, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 78 ഇഫ് യു ഒബ്സർവ് യു ക്യാൻ സീ ദിസ് പിക്ചർ. വാട്ട് ഈസ് ദാറ്റ്? അതായത് one man is trying to lift a rock using a crowbar. അതായത് ഒരു മനുഷ്യൻ ഒരു വലിയ പാറ, ഒരു പാരക്കോല്, നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് കാണാം, നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ വടിയെയാണ് നമ്മൾ പാരക്കോല് അഥവാ ക്രോബാർ എന്ന് പറയാം. സോ ദിസ് മാൻ ഈസ് ട്രൈയിങ് ടു ലിഫ്റ്റ് ദിസ് റോക്ക് യൂസിങ് ദിസ് ക്രോബാർ. ഈ പാരക്കോല് ഉപയോഗിച്ച് ഈ ചേട്ടൻ എന്ത് ചെയ്യാണ്? ഒരു വലിയ ഒരു കല്ല് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഉയർത്താൻ ശ്രമിക്കുകയാണ്. സോ ഇഫ് യു ഒബ്സർവ് ക്ലോസ്ലി യു ക്യാൻ സീ ഹി ഹാസ് കെപ്റ്റ് എ സ്മോൾ സ്റ്റോൺ അണ്ടർ ദിസ് ക്രോബർ. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെയായിട്ട് ഈ ചേട്ടൻ ഒരു ചെറിയ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. വാട്ട് വാസ് ദ നീഡ് ഫോർ ദാറ്റ് സ്റ്റോൺ? ആ കല്ല് അവിടെ വെച്ചിട്ടുള്ളത് ആ ചേട്ടന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നിങ്ങൾ ആലോചിക്കൂ, അവിടെ ആ കല്ലില്ലായിരുന്നെങ്കിൽ ആ ചേട്ടന് ഇത്രയും എളുപ്പത്തിൽ ഈ പാരക്കോല് അഥവാ ക്രോബാർ മൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫലം മുഴുവൻ, അതായത് നമുക്ക് ഈ കല്ല് മൂവ് ചെയ്യണം അല്ലേ? ഈ കല്ല് ലിഫ്റ്റ് ചെയ്യണം. ഈ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലിൻ്റെ മുകളിൽ പോയിട്ട് ഉയർത്താൻ ശ്രമിച്ചതിനെക്കാട്ടിയും എത്രയോ എളുപ്പമാണ് ഒരു പാരക്കോല് അഥവാ ക്രോബാർ യൂസ് ചെയ്തിട്ട് മറിച്ചിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ക്രോബാറിൻ്റെ താഴെ ഒരു കല്ലുകൂടെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ ക്രോബാറിന് മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞിയ കല്ലിന് അവിടെ വലിയൊരു റോളുണ്ട് അല്ലേ? ഭയങ്കര പ്രാധാന്യമുണ്ട് ആ കുഞ്ഞിയ കല്ലിന്. അപ്പോൾ ഈ കുഞ്ഞിയ കല്ല് എന്താണ് അവിടെ റോൾ എന്നുള്ളത് നമുക്കൊരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് നോക്കാം. നോക്കിയേ, ആ തോട്ടക്കാരൻ എന്താ ചെയ്യുന്നത്? ആ വലിയ കല്ല് വടി ഉപയോഗിച്ച് നീക്കാൻ ശ്രമിക്കുക. അതെ, ഈ വടിയെ ഉത്തോലകം എന്ന് പറയും. ഉത്തോലകോ? അതെവിടെ? അവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണോ? അതെ, ഉറപ്പിച്ച ഭാഗമാണ് ധാരം. അയാൾ ബലം പ്രയോഗിക്കുന്നത് എവിടെയെന്ന് നോക്കൂ, അതാണ് യത്നം. അപ്പൊ കല്ലിനെ എന്ത് പറയും? കല്ലിനെ രോധമെന്ന് പറയും. നിനക്കറിയോ, പലതരത്തിലുള്ള ഉത്തോലകങ്ങളുണ്ട്. പലതരത്തിലോ? അതെ, ഇവിടെ ധാരം നടുവിലാണ്. ഇനി അവിടെ നോക്കൂ. ഓ, അവിടെ യത്നം ആ ആളാണ് പ്രയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ധാരം എതിർവശത്തും രോധം നടുവിലുമാണ്.
വീഡിയോ കണ്ടില്ലേ? ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? അതായത് 3 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. ധാരം, യത്നം, രോധം. ധാരം, യത്നം, രോധം. എന്താണ് ഈ ധാരം, യത്നം, രോധം? അഥവാ ഫൽക്രം, എഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. എന്താ പറയുക? ഫൽക്രം, റെസിസ്റ്റൻസ് ആൻഡ് എഫേർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ധാരം അഥവാ ഫൽക്രം എന്താണെന്ന് പഠിക്കാം. നമ്മൾ പറഞ്ഞു ഈ ഒരു കുഞ്ഞിയ കല്ലിന് വലിയ റോളുണ്ടെന്ന് പറഞ്ഞു. റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ ഈ കുഞ്ഞിയ കല്ലിനെ ആധാരമാക്കിയിട്ടാണ് ഇവിടെ ക്രോബാർ അഥവാ പാരക്കോല് വർക്ക് ചെയ്തത്. ഈസിലി വി കുഡ് ഈസിലി ലിഫ്റ്റ് അപ്പ് ദിസ് rock using this lever and the point at which the lever turned. അതായത് ഈ പാരക്കോലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഈ കുഞ്ഞിയ കല്ലാണ്. സോ ദ പോയിന്റ് അറ്റ് വിച്ച് ദിസ് ലിവർ വാസ് ഈസിലി ടേണിങ്, അതായത് ഏത് ബിന്ദുവിനെ ആധാരമാക്കിയിട്ടാണ് ഈ ഉത്തോലകം എളുപ്പത്തിൽ ചലിച്ചത്, അതാണ് ധാരം അഥവാ ഫൽക്രം. എന്താ പറയുക? ധാരം അഥവാ ഫൽക്രം. സോ നമ്മൾ ധാരം അഥവാ ഫൽക്രം എന്താണെന്ന് പഠിച്ചു അല്ലേ? ഈ ഒരു പിക്ചറിൽ നമ്മുടെ ധാരം അഥവാ ഫൽക്രം എവിടെയാണ്? ഈ സ്മോൾ റോക്കാണ് അല്ലേ? ആൻഡ് ഇഫ് വി വോണ്ട് ടു ദിസ് ലിഫ്റ്റ് ബിഗ് റോക്ക്, വേർ ഷുഡ് വി അപ്ലൈ ദിസ് ഫോഴ്സ്? നമ്മൾ ഈ വലിയ ഒരു കല്ലിനെ ഉയർത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു പിക്ചറിൽ എവിടെയാണ് ബലം അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്? അറ്റ് ദിസ് പോയിന്റ് അല്ലേ? സോ this is known as effort. The point at which we apply force is known as effort. എവിടെയാണോ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് അതാണ് യത്നം അഥവാ എഫേർട്ട്. അപ്പോൾ ഈ ഫൽക്രം അല്ലെങ്കിൽ ധാരത്തെ ആധാരമാക്കി ഇഫ് വി അപ്ലൈ ഫോഴ്സ് ഹിയർ വി ക്യാൻ ഈസിലി ലിഫ്റ്റ് അപ്പ് ദ സ്റ്റോൺ. എന്താണ്? ഈ ഒരു കുഞ്ഞിയ കല്ലിനെ ആധാരമാക്കി ഈ പാരക്കോൽ ഉപയോഗിച്ച് ഇവിടെ ബലം പ്രയോഗിച്ചാൽ വി ക്യാൻ ഈസിലി നമുക്ക് ഈ ഒരു കല്ലിനെ ഉയർത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് രോധം അഥവാ റെസിസ്റ്റൻസ്? സോ വാട്ട് ഈസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം? ദ റെസിസ്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഈസ് ഓവർകം ബൈ അവർ എഫേർട്ട്. അതായത് യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. മനസ്സിലായില്ല അല്ലേ? അതായത് നമ്മളിവിടെ എന്ത് വസ്തുവിനെയാണ് ഉയർത്താൻ ശ്രമിക്കുന്നത്? ഈ വലിയ കല്ലിനെ അല്ലേ? ഈ വലിയ കല്ലിനെ ഉയർത്താൻ വേണ്ടി നമ്മൾ ഇവിടെ ബലം പ്രയോഗിക്കുമ്പോൾ ഇത് എഫേർട്ട് അഥവാ യത്നമാണ്. അപ്പോൾ ഈ യത്നം ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന പ്രതിരോധമാണ് ഈ രോധം. അതായത് ദ റെസിസ്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഈസ് ഓവർകം ബൈ അവർ എഫേർട്ട് ഈസ് നോൺ ആസ് രോധം അഥവാ റെസിസ്റ്റൻസ്. അതായത് നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ഉപയോഗിച്ച് എന്താണോ അവിടെ ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ കേസിൽ നമ്മളിവിടെ വലിയൊരു കല്ല് ഉയർത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ കല്ലാണ് നമ്മുടെ രോധം അഥവാ റെസിസ്റ്റൻസ്. അതായത് യത്നം നമ്മുടെ ബലം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരിടാൻ ശ്രമിക്കുന്ന പ്രതിരോധം, അതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വലിയ കല്ലാണ് രോധം. അപ്പോൾ ഏതാ എഫേർട്ട് അഥവാ യത്നം? ഇവിടെ നമ്മൾ ഈ കോലിൻ്റെ അറ്റത്താണ് നമ്മൾ എഫേർട്ട്, നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഏതാ ഫൽക്രം അഥവാ ധാരം? ഇവിടെ ഈ കുഞ്ഞിയ കല്ല് അല്ലേ? അതായത് 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു പിക്ചറിൽ നിന്ന് പഠിച്ചത്. അതായത് ദർ ആർ 3 പോയിൻറ്റ്സ്. അതായത് ഫൽക്രം അഥവാ ധാരം, എഫേർട്ട് അഥവാ യത്നം, പിന്നെ റെസിസ്റ്റൻസ് അഥവാ രോധം. അതായത് 3 കാര്യങ്ങൾ അല്ലേ? അപ്പോൾ എന്താണ് ഈ ധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോയിന്റ് അറ്റ് വിച്ച് ദ ലിവർ ടേൺസ് ഈസിലി. ഏത് ബിന്ദുവിനെ ആധാരമാക്കിയിട്ടാണോ ഈ ഉത്തോലകങ്ങൾ വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കുന്നത് അതാണ് നമ്മുടെ ധാരം. ഇനി എവിടെയാണോ നമ്മൾ ബലം പ്രയോഗിക്കുന്നത്, the point at which where we apply force, നമ്മൾ എവിടെയാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് that point is known as effort. And the resistive force that is overcome by our effort, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനെ ഓവർകം ചെയ്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും അല്ലേ? അത് യത്നം ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന പ്രതിരോധം, അതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്കറിയാം ഇത് ഈ വലിയ കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാണ്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്. ഇനി ഈ ഒരു പോയിൻ്റ് ഫൽക്രമാണ് അല്ലേ? എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ
ടീച്ചർ കുറേ സിമ്പിൾ മെഷീൻസ് കാണിച്ചു തരാം. ആ സിമ്പിൾ മെഷീൻസിൽ ഈ പറയുന്ന എഫ്, ആർ, ഇ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് കുറച്ച് സിമ്പിൾ മെഷീൻസിൻ്റെ എഫേർട്ട്, ഫൾക്രം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ടീച്ചർ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സിസർ. ഈ സിസർ ഉപയോഗിച്ച് ടീച്ചർക്ക് എന്തെങ്കിലും ഒരു വസ്തു കട്ട് ചെയ്യണമെങ്കിൽ ടീച്ചർ എവിടെയാ ഇതിൽ ബലം പ്രയോഗിക്കുക? ഇവിടെ അല്ലേ? ഈ 2 ഹോൾസിലാണ് ടീച്ചർ ബലം പ്രയോഗിക്കുക. അപ്പോൾ ഈ 2 പറയുന്ന ലോഹദണ്ഡുകളും വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, സുഖകരമായിട്ട് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ധാരം ഉള്ളതുകൊണ്ട്, അതായത് ഫൾക്രം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സിസറിൽ ഇവിടെയാണ് എഫേർട്ട്, ഇവിടെയാണ് എന്ത്? ധാരം അഥവാ ഫൾക്രം. ഇനി ഏതാണ് റെസിസ്റ്റൻസ് അഥവാ രോധം? എവിടെയാണോ നമ്മൾ വസ്തുക്കൾ മുറിക്കാൻ വെക്കുന്നത്, ഇവിടെയാണ് മുറിക്കാൻ വെക്കുക അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗമാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. മനസ്സിലായല്ലോ? ഇവിടെയാണ് നമ്മൾ ബലം പ്രയോഗിക്കുക, ഇതാണ് അതിൻ്റെ ആധാരം, ധാരം അഥവാ ഫൾക്രം, ഇവിടെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പ്ലെയർ. ഈ പ്ലെയറിൻ്റെ എവിടെയാണ് ടീച്ചർ ബലം പ്രയോഗിക്കുന്നത്? ഇവിടെ, ഈ ഭാഗത്ത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ എഫേർട്ട് ഇവിടെയാണ് വരിക. ഇതിൻ്റെ ധാരം അഥവാ ഫൾക്രം എവിടെയാണ്? ഇവിടെയാണ്. ഈ ഭാഗമാണ് അതിൻ്റെ ഫൾക്രം അഥവാ എന്ത്? ധാരം. അതുകൊണ്ടാണല്ലോ നമുക്കിതിങ്ങനെ സുഖമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്കൊരു സാധനം ഇത് വെച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ വയ്ക്കുക? ഇവിടെ വയ്ക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഇവിടെയാണ് നമ്മൾ ബലം അഥവാ എഫേർട്ട് കൊടുക്കുക, ഇവിടെയാണ് അതിൻ്റെ ധാരം, ഇവിടെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. ഇനിയും കാണിച്ചു തരാം. ഇതെന്താ? ലെമൺ സ്ക്വീസർ അല്ലേ? ഈ ലെമൺ സ്ക്വീസറിൽ നമ്മൾ സ്ക്വീസ് ചെയ്യണമെങ്കിൽ എവിടെയാണ് ബലം പ്രയോഗിക്കുക? ഇവിടെ. അപ്പോൾ ഈ ലെമൺ സ്ക്വീസറിൽ എഫേർട്ട് അഥവാ യത്നം ഇവിടെയാണ്. ഇനി ഈ ഒരു ഭാഗമില്ലെങ്കിൽ ഇതിന് ഇങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കുമോ? ഈ ഒരു ഭാഗമില്ലെങ്കിൽ നോക്കൂ, ഇവിടെ ഒരു ഇങ്ങനെ ആക്കണമെങ്കിൽ സഹായിക്കുന്നത് ഈ ഭാഗമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്തിന് എന്താ പറയുക? ഫൾക്രം അഥവാ ധാരം. ഇനി ഈ ഒരു ലെമൺ സ്ക്വീസറിലെ റെസിസ്റ്റൻസ് എവിടെയാണ്? എവിടെയാണോ നമ്മൾ നമ്മുടെ ലെമൺ വെക്കുന്നത് അതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിലെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? യത്നം അഥവാ എഫേർട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ഇതാണ് ധാരം അല്ലേ? ഇതുകൊണ്ടല്ലേ ഇതിങ്ങനെ സുഖമായിട്ട് മൂവ് ചെയ്യുന്നത്. ഇനി ഇതാണ് റെസിസ്റ്റൻസ്. മനസ്സിലായോ? ഇനി ടീച്ചർ കാണിച്ചു തരാൻ പോവാണ് കത്തി സുഖമായിട്ട് നമ്മൾ ബലം പ്രയോഗിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ഇത് യത്നം. ഇതാണ് അതിൻ്റെ ആധാരബിന്ദു. ഇതിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബിന്ദു ഇതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ധാരം അഥവാ ഫൾക്രം. ഇവിടെയാണ് നമ്മൾ മുറിക്കേണ്ട സാധനങ്ങൾ വയ്ക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് അഥവാ രോധം. ഇനി ഈ ഒരു സാധനം എല്ലാവരും കണ്ടിട്ടില്ലേ? ഈ ഒരു ഇതിൽ നമ്മൾ എവിടെയാണ് ബലം പ്രയോഗിക്കുക? ഇവിടെ ഇങ്ങനെയാണ് ബലം പ്രയോഗിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യത്നം. ഈ ഒരു പോയിന്റ് ഇല്ലായിരുന്നെങ്കിൽ ഇതിനിങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ധാരം അഥവാ ഫൾക്രം. ഇനി എവിടെയാണ് നമ്മൾ എന്തെങ്കിലും ഭാരമുള്ള സാധനം പൊക്കണം അല്ലെങ്കിൽ ഉയർത്തണം, നമ്മൾ എവിടെയാണ് വെക്കുക? ഇവിടെയാണ് വെക്കുക അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു ഭാഗം റെസിസ്റ്റൻസ്, ഇത് ധാരം, ഇവിടെ യത്നം. ഇനിയും ഒരു സാധനം കൂടി കാണിച്ചു തരാം. സ്ക്രൂ ഡ്രൈവർ കേട്ടോ. ഈ സ്ക്രൂ ഡ്രൈവറിൽ നമുക്ക് സ്ക്രൂ ഊരിയെടുക്കണം. അപ്പോൾ ഇവിടെയാണ് സ്ക്രൂ. അപ്പോൾ ഇതെന്തായിരിക്കും? ഈ സ്ക്രൂ ഇരിക്കുന്ന ഭാഗമാണ് റെസിസ്റ്റൻസ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടല്ലേ ഇതിങ്ങനെ തിരിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ധാരം അഥവാ ഫൾക്രം. ഇവിടെയല്ലേ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്താണ്? നമ്മുടെ യത്നം അഥവാ എഫേർട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു കുഞ്ഞൊരു പിക്ചറിൽ നിന്ന് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? എഫേർട്ട്, റെസിസ്റ്റൻസ്, ഫൾക്രം. അപ്പോൾ എന്താണ് എഫേർട്ട് അല്ലെങ്കിൽ യത്നം? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ദ ഫോഴ്സ് വി അപ്ലൈ ഈസ് അവർ എഫേർട്ട്. അപ്പോൾ ഓരോ സിമ്പിൾ മെഷീനിലും എഫേർട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും, കൊടുക്കുന്ന സ്ഥലം അല്ലേ? അപ്പോൾ നമ്മൾ കുറേ സിമ്പിൾ മെഷീൻസ് ടീച്ചർ കാണിച്ചു തന്നു. അതിലൊക്കെ എഫേർട്ടും ഫൾക്രവും റെസിസ്റ്റൻസും ഓരോരോ പൊസിഷനിലാണ്. നമ്മൾ കണ്ട ഈ പിക്ചറിൽ എഫേർട്ട് ഇവിടെയാണെങ്കിൽ ഇത് ഫൾക്രമായിരുന്നു, ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇനി
ഇവിടെയോ ഇവിടെ റെസിസ്റ്റൻസ് ആണ്, ഇവിടെ ഫൽക്രമാണ്, ഇവിടെ എഫേർട്ടാണ്. ഇനി ഇവിടെയോ ഈ ഒരു കേസിൽ എന്താ ഉണ്ടായേ, ഇവിടെ എഫേർട്ടാണെങ്കിൽ ഇത് ഫൽക്രമായിരുന്നു, ഇവിടെ നടുവിലാണ് റെസിസ്റ്റൻസ്. അപ്പോൾ പല സിമ്പിൾ മെഷീൻസിലും ഈ പറയുന്ന എഫേർട്ടും ഫൽക്രവും റെസിസ്റ്റൻസും പൊസിഷൻ മാറിയിട്ട് വരും. അപ്പോൾ നിങ്ങൾ കൂടുതൽ സിമ്പിൾ മെഷീൻസ് കണ്ടുപിടിച്ചിട്ട് ഈ പറയുന്ന പോലെ ഫൽക്രവും റെസിസ്റ്റൻസും എഫേർട്ടും കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ടീച്ചർ ചോദിക്കട്ടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 78 ഒരു പിക്ചർ ഉണ്ട്. അതായത് ഒരു ടിന്ന് തുറക്കാൻ, നമ്മൾ സാധാരണ ശബരിമലയിലൊക്കെ പോയി വരുമ്പോൾ പ്രസാദമൊക്കെ ഉണ്ടാകുമ്പോൾ ആ ടിന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെടും. അപ്പോൾ സാധാരണ നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് തുറക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചറാണ് ഈ പേജ് നമ്പർ 79 കിടക്കുന്നത്. അതായത് ആ കുട്ടിയുടെ കൈ പല പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം സ്പൂണിൻ്റെ അടുത്ത്, സ്പൂണിൻ്റെ പകുതി, സ്പൂണിൻ്റെ അറ്റത്ത്. അപ്പോൾ ഏത് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് സുഖമായിട്ട് തുറക്കാൻ സാധിക്കുക? ഇവിടെ നമ്മൾ കണ്ടു ഈ ചേട്ടൻ ഈ ലിവർ ബാറിൻ്റെ ഈ ക്രോ ബാറിൻ്റെ അറ്റത്ത് പോയി അമർത്തി കഴിഞ്ഞപ്പോഴാണ് ഹി കുഡ് ഈസിലി ലിഫ്റ്റ് അപ്പ് ദി സ്റ്റോൺ. ഈ ഒരു കല്ലിനെ ഉയർത്താൻ ഈ ചേട്ടൻ എവിടെയാണ് ബലം പ്രയോഗിച്ചത്? ഈ സ്പൂൺ, ഈ ലിവർ ബാറിൻ്റെ അറ്റത്ത്. ഇവിടെയോ ആണെങ്കിൽ ഇത്ര എളുപ്പത്തിൽ മറിച്ചിടാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്, വലിയ കല്ലാണ് റെസിസ്റ്റൻസ്, ഈ കുഞ്ഞിയ കല്ലാണ് ഫൽക്രം അഥവാ ധാരം. ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ധാരത്തിൽ നിന്നും യത്നം, അതായത് ഫൽക്രത്തിൽ നിന്നും എഫേർട്ട് എപ്പോഴും ദൂരം കൂടിയിരുന്നാലാണ് പ്രവൃത്തി അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഈസി ആവുക. എന്താണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് ധാരവും യത്നവും ഫൽക്രവും എഫേർട്ടും തമ്മിൽ എപ്പോഴും ദൂരം കൂടിയിരിക്കണം. എന്നാൽ മാത്രമാണ് വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി ഈസി ആവുക. ഈ കൈ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ധാരവും യത്നവും തമ്മിലുള്ള ദൂരം കൂടുന്തോറും പ്രവൃത്തി എളുപ്പമാവും. അതുകൊണ്ട് തന്നെ ഈ 3 പിക്ചറുകളിൽ ഏത് പിക്ചറാണ് എളുപ്പമാവുക? ധാരം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഈ സ്പൂണ് വെച്ചിട്ടുള്ള പോയിൻ്റാണ് ധാരം. യത്നം എന്ന് പറയുന്നതോ സ്പൂണിൻ്റെ അറ്റം. എവിടെയാണ് റെസിസ്റ്റൻസ്? ഈ അടപ്പ് അല്ലെങ്കിൽ ടിന്നിൻ്റെ മൂടിയാണ് നമ്മുടെ റെസിസ്റ്റൻസ്. അപ്പോൾ ധാരവും യത്നവും തമ്മിലുള്ള ദൂരം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രവൃത്തി എളുപ്പമാക്കും. അതുകൊണ്ട് തന്നെ സിമ്പിൾ മെഷീൻസിൽ റെസിസ്റ്റൻസും ധാരവും എഫേർട്ടുമുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ മെഷീൻസിൽ വർക്ക് ഈസി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എഫേർട്ടും ഫൽക്രവും, അതായത് യത്നവും ധാരവും തമ്മിലുള്ള ദൂരം കൂട്ടിവെക്കണം. അപ്പോൾ നമുക്ക് വർക്ക് ഈസി ആവും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഒരു ചെറിയൊരു പിക്ചറിലത്തെ വലിയ കുറേ കാര്യങ്ങളാണ്. ഇത് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഹോം വർക്കുകളിൽ കുറേ സിമ്പിൾ മെഷീൻസ് തന്നിട്ടുണ്ട്. ആ സിമ്പിൾ മെഷീൻസിലൊക്കെ ഫൽക്രവും റെസിസ്റ്റൻസും എഫേർട്ടും കണ്ടുപിടിക്കണം. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം. താങ്ക് യു.